ദൈവരാജ്യത്തിലുള്ള 3 കീ താക്കോലുകൾ അല്ലെങ്കിൽ മിസ്റ്ററീസ്, രഹസ്യങ്ങൾ എന്ന് പറയുന്നതാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ കാണാനായി കഴിയുന്നു. 3 കാര്യങ്ങൾ യേശു തുടർമാനമായി പറയുന്നു. 3ഉം വളരെ പ്രാധാന്യമുള്ളതാണ്. അത് പരസ്പരം കണക്റ്റഡാണ്. അത് 3ഉം രഹസ്യങ്ങളുമാണ്. ഒന്നാമത് കൊടുക്കുക. ദൈവരാജ്യത്തിൽ കൊടുക്കുക എന്നുള്ളതിന് വലിയ പ്രാധാന്യമുണ്ട്. അവിടെ യേശു സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, എല്ലാവരും കൊടുക്കുന്നവരാ. ഒത്തിരി പേര് കൊടുക്കാറുണ്ട്. പരീശന്മാർ കൊടുക്കാറുണ്ട്, ഒരുപാട് പേർ ദൈവത്തെ അറിയാത്ത വ്യക്തികൾ കൊടുക്കാറുണ്ട്. പക്ഷേ ദൈവരാജ്യത്തിനകത്ത് നിങ്ങൾ കൊടുക്കുമ്പോൾ അതിന് വ്യത്യാസമുണ്ട്, അതിനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ കൊടുക്കുമ്പോൾ അത് മനുഷ്യരുടെ മുന്നിൽ കാണിക്കുവാനാകരുത്. മനുഷ്യർ നിങ്ങളെ ഉയർത്തുവാനോ നിങ്ങളുടെ പേര് പറഞ്ഞ് നിങ്ങളെ പുകഴ്ത്തുവാനോ കാരണമാകരുത്. മനുഷ്യർ കാണാനല്ല, ദൈവം കാണുവാനായി കൊടുക്കണം. ദൈവരാജ്യത്തിൽ നിന്ന് കൊടുക്കുമ്പോൾ അതിന് പ്രതിഫലമുണ്ട്. ഈ ഭൂമിയിൽ നിങ്ങൾ കൊടുത്താൽ, ഈ ഭൂമിയിൽ ഈ ലോകത്തിലെ വ്യക്തികൾ കാണുവാനായി മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് കൊടുത്താൽ അതിനും പ്രതിഫലമുണ്ട്. അതിൻ്റെ പ്രതിഫലം മനുഷ്യരിൽ നിന്ന് കിട്ടും. മനുഷ്യർ പറയും, നിങ്ങൾ നല്ല വ്യക്തിയാണ്, ഒത്തിരി ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞ് വലിയ പുകഴ്ച ലഭിക്കും. എന്നാൽ അതിനേക്കാൾ വലിയ പുകഴ്ച എന്ന് പറയുന്നത് രഹസ്യത്തിലുള്ള, ഈ മനുഷ്യരാരും കാണാതെ നിങ്ങൾ കൊടുക്കുമ്പോൾ, രഹസ്യത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളെ കാണുന്നുള്ള ബോധ്യത്തോടെ കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം ആ പിതാവ് തരും. ഹല്ലേലൂയ. യേശു ഇത് 3 രഹസ്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത് കൊടുക്കുക. കൊടുക്കുക എന്ന് പറയുന്ന കാരണം, നിങ്ങൾ കൊടുക്കുമ്പോൾ, നിങ്ങളുടെ കയ്യിലുള്ള അനുഗ്രഹത്തിൽ നിന്ന് കൊടുക്കുമ്പോൾ, സമ്പത്തിൽ നിന്ന് കൊടുക്കുമ്പോൾ, പൈസയിൽ നിന്ന് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഗ്രീഡ്, ആർത്തി മാറുകയാണ്. മാത്രമല്ല പൈസയോടുള്ള നിങ്ങളുടെ ഡിപ്പെൻഡൻസ്, ആശ്രയം മാറുകയാണ്. നിങ്ങൾ പറയുകയാണ്, എൻ്റെ ആശ്രയം എൻ്റെ പൈസയല്ല, ഇതിൻ്റെ സോഴ്സ് എൻ്റെ ദൈവമാണ്. എൻ്റെ ദൈവമാണ് എന്നെ നടത്തുന്നത്, എൻ്റെ ദൈവമാണ് എൻ്റെ സോഴ്സ്. അപ്പോൾ ഇത് കൊടുക്കുന്നതിലൂടെ, സാക്രിഫിഷ്യലി കൊടുക്കുന്നതിലൂടെ ഞാൻ പറയുകയാണ്, ഇത് കൊടുക്കുന്നതുകൊണ്ട് എനിക്കൊരു കുറവും ഉണ്ടാകത്തില്ല. കാരണം എൻ്റെ സപ്ലൈ എൻ്റെ ദൈവത്തിൽ നിന്നാണ്. ദൈവത്തിൽ ഞാൻ ആശ്രയം വയ്ക്കുകയാണ്. ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞ പോലെ, യഹോവ എൻ്റെ ഇടയൻ, എനിക്കൊന്നും കുറവുണ്ടാകത്തില്ല. ഞാൻ മനുഷ്യരെ കാണിക്കുവാൻ കൊടുക്കുവല്ല, എനിക്കറിയാം ഇത് നൽകിയ ദൈവമാണ്, ഇനിയും നൽകുവാൻ അവൻ ശക്തനാണ്. ഹല്ലേലൂയ. ഞാൻ ചുരുക്കി പറയട്ടെ. വീണ്ടും 5-ാമത്തെ വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം. ഒന്നാമത് കൊടുക്കുക, രണ്ടാമത് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പരീശന്മാരെ പോലെയോ കപട ഭക്തിക്കാരെ പോലെയോ ആകരുത്. എന്ന് വെച്ചാൽ അവരും പ്രാർത്ഥിക്കാറുണ്ട്, പ്രാർത്ഥിക്കുന്നത് എല്ലാവരും ചെയ്യാറുണ്ട്. എല്ലാ മതത്തിലും പ്രാർത്ഥനയുണ്ട്. ദൈവത്തെ അറിയുന്നവരും അറിയാത്തവരും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴോ വ്യത്യാസമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യത്തിൽ നിങ്ങളെ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കണം. ആ പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം തരും. നിങ്ങൾ പുറത്തിറങ്ങി റോഡ് വക്കിൽ നിന്ന് പ്രാർത്ഥിച്ചാലും പ്രതിഫലം കിട്ടും. കാര്യം എന്താണ്? ലോകത്തുള്ള വ്യക്തികൾ പറയും, നിങ്ങൾ ഭയങ്കര ഭക്തനാണ്, നിങ്ങൾ പ്രാർത്ഥനാ മനുഷ്യനാണ് എന്ന് പറഞ്ഞ് മനുഷ്യരിൽ നിന്ന് നിങ്ങൾക്ക് വലിയ ഉയർച്ച ലഭിക്കും. മനുഷ്യർ പറയും നിങ്ങൾ വലിയ സംഭവമാണ്. പക്ഷേ ദൈവത്തിൽ നിന്ന് പ്രതിഫലം അവിടെയല്ല കിട്ടുന്നത്, രഹസ്യത്തിലുള്ള പ്രാർത്ഥനയിലൂടെയാണ് ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലം കിട്ടുന്നത്. പ്രാർത്ഥിക്കാതിരിക്കുന്ന മനുഷ്യൻ യഥാർത്ഥത്തിൽ അഹങ്കാരിയാണെന്ന് പറയാം. കാരണം അവൻ പറയുകയാണ്, എനിക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ദൈവത്തോട് ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല, എല്ലാം എന്നെ കൊണ്ട് പറ്റും. പലപ്പോഴും നമ്മൾ അങ്ങനെയാണ്, എന്നെ കൊണ്ട് കഴിയും. എന്നാൽ ദൈവമായി നമ്മൾ സറണ്ടർ ചെയ്യുമ്പോൾ, ദൈവത്തിന് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, മുട്ടുമടക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് പറയുകയാണ്, കർത്താവേ എന്നെ കൊണ്ട് കഴിയില്ല, പക്ഷെ നിന്നെ കൊണ്ട് കഴിയും. ഇവിടെ എൻ്റെ അഹങ്കാരം കട്ടിയപ്പെടുന്നു, ഞാനെന്നുള്ള ഭാവം കട്ടിയപ്പെടുന്നു. കാരണം ഞാൻ ഒരുവൻ്റെ മുന്നിൽ മുട്ടുകുത്തുകയാണ്, ഒരുവൻ്റെ മുന്നിൽ ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുകയാണ്, എൻ്റെ ആശ്രയം അവനാണെന്ന് പറയുകയാണ്. ഒന്നാമത്തേത് കൊടുക്കുക. അവിടെ ഞാൻ എൻ്റെ ആർത്തി, പണത്തിലുള്ള ആർത്തിയും പണത്തിലുള്ള ഓവറായിട്ടുള്ള ഡിപ്പെൻഡൻസും മാറുന്നു. ദൈവത്തെ ഞാൻ എൻ്റെ സോഴ്സാക്കി മാറ്റി. പ്രാർത്ഥന എൻ്റെ അഹങ്കാരത്തെ, ഞാനെന്ന ഭാവത്തെ കട്ട് ചെയ്യുന്നു. കർത്താവേ നീയാണ് എന്നെ വീഴാതെ നിർത്തുന്നത്, ഞാൻ നിന്നതല്ല, നീ എന്നെ നിർത്തുന്നതാണ്. താഴോട്ട് തുടർമാനമായി യേശു പറയുകയാണ്, 3-ാമത്തെ കീ. അവിടെ 16-ാമത്തെ വാക്യം പറയുന്നു, നിങ്ങൾ ഉപവസിക്കുമ്പോൾ. യേശു ഇവിടെയൊക്കെ പറഞ്ഞത് നിങ്ങൾ കൊടുത്താൽ, പ്രാർത്ഥിച്ചാൽ, ഉപവസിച്ചാൽ എന്നല്ല, കൊടുക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ഉപവസിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇത് 3 നിങ്ങൾ ചെയ്യേണ്ടതാണ്.
ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ പ്രധാനപ്പെട്ട 3 പ്രിൻസിപ്പിൾസ് ആണ്. ഒന്ന് കൊടുക്കുക, ഒന്ന് പ്രാർത്ഥിക്കുക, മറ്റൊന്ന് ഉപവസിക്കുക. ഉപവസിക്കുന്നത് കൊണ്ടോ കൊടുക്കുന്നത് കൊണ്ടോ പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ നിങ്ങളെ ദൈവം അധികമായി സ്നേഹിക്കുമെന്ന് പറയുന്നില്ല, നിങ്ങൾക്കുള്ള ദൈവത്തിൻ്റെ മനോഭാവം മാറുമെന്ന് പറയുന്നില്ല. പക്ഷെ ഇത് 3 നിങ്ങളെ മാറ്റും. ഹല്ലേലൂയ. ഇത് 3 ദൈവത്തോടുള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെ മാറ്റും. നിങ്ങൾ ഉപവസിക്കുമ്പോൾ മനുഷ്യരെ കാണേണ്ടത്, അയ്യോ ഞാൻ 40 ദിവസമായിട്ട് ഉപവാസത്തിലാണെന്ന് പറഞ്ഞ് പോയി പരസ്യപ്പെടുത്തി മുഖവും ക്ഷീണിച്ചിരിക്കാനല്ല. വചനം പറയുന്നു, പ്രാർത്ഥിക്കുമ്പോൾ അത് മനുഷ്യരെ കാണിക്കാനാകരുത്, ദൈവം എന്നുള്ള ബന്ധത്തിൽ നിന്നായിരിക്കണം. നിങ്ങൾ പറ്റുമെങ്കിൽ എണ്ണയൊക്കെ തേച്ച് കുളിച്ച് നല്ല ഫ്രഷ് ആയിട്ട് ഒരുവൻ കണ്ടാൽ പോലും മനസ്സിലാകരുത് നീ ഉപവസിക്കുകയാണെന്ന് എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഉപവസിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആഹാരം ഒഴിവാക്കുന്നതിലൂടെ ദൈവത്തെ പ്രീതിപ്പെടുത്തുകയല്ല. നിങ്ങൾ പറയുകയാണ്, എൻ്റെ ഈ ശരീരം നിലനിൽക്കുന്നത് ഞാൻ കഴിക്കുന്ന ആഹാരത്തിനാലല്ല, അവൻ്റെ വായിൽ നിന്നൊരു വാക്കിനാലും എൻ്റെ ഈ ശരീരം ജീവിക്കും. ഞാൻ എൻ്റെ ശരീരത്തോട് പറയുകയാണ്, നീ ഇങ്ങനെ ജീവനോടിരിക്കാൻ കാരണം ഈ കഴിക്കുന്ന ഭക്ഷണമല്ല, എൻ്റെ സോഴ്സ് എൻ്റെ ദൈവമാണ്. ഞാനിങ്ങനെ പറയും, റിയൽ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്നുള്ള ഫീസ്റ്റിംഗ് ആണ്. അതായത് ഇവിടെ നിന്ന് ഭക്ഷിക്കുന്നില്ലെങ്കിൽ അവിടെ നിന്ന് ഭക്ഷിക്കണം. ഹല്ലേലൂയ. ഇവിടുത്തെ ഭക്ഷണം ഒഴിവാക്കിയിട്ട് അവിടെ നിന്ന് ഭക്ഷിക്കാതിരുന്നാൽ വീണുപോകും. ഇവിടുത്തെ ഭക്ഷണം ഒഴിവാക്കുമ്പോൾ യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനത്തിനാലും ജീവിക്കുന്നു. അപ്പോൾ അർത്ഥം എന്താണ്? ഇവിടെ നിന്ന് ഭക്ഷിക്കുന്നില്ലെങ്കിലും അവിടെ നിന്നുള്ളത് കേൾക്കാൻ സമയം കണ്ടെത്തണം, അവിടെ നിന്നുള്ളത് ഭക്ഷിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ നിന്റെ ശരീരത്തോട് പറയുകയാണ്, ശരീരമേ നീയല്ല എൻ്റെ മാസ്റ്റർ, ഞാനാണ്. എന്ന് വെച്ചാൽ ഞാനാകുന്ന ആത്മാവാകുന്ന ഞാനാണ് മാസ്റ്റർ. ശരീരം എൻ്റെ ആത്മാവിനെ അനുസരിക്കുന്ന തരത്തിലോട്ട് വരുന്നതാണ് ഉപവാസം. ഭക്ഷണം കഴിക്കാനുള്ള ആർത്തി ഉണ്ടാകുമ്പോൾ ആത്മാവ് പറയും, എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദത്താൽ എനിക്ക് ജീവിക്കാൻ പറ്റും. എത്ര വലിയ മസിലൊക്കെ പെരുക്കി ഭയങ്കര സ്ട്രോങ് എന്ന് പറഞ്ഞാലും ആത്മാവ് ബലമില്ലെങ്കിൽ ആത്മാവ് വീണാൽ ശരീരം കൂടെ വീഴും. അർത്ഥം, ശരീരമല്ല ആത്മാവിനെ നിർത്തിയിരിക്കുന്നത്, ആത്മാവാണ് ശരീരത്തെ നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഉപവസിക്കുമ്പോൾ നമ്മൾ ക്ഷയിക്കുകയല്ല, ബലപ്പെടുകയാണ്. കാരണം നമ്മൾ ആത്മാവിനുള്ള ഭക്ഷണം കൊടുക്കുകയാണ്, ജഡത്തിന് കൊടുക്കുന്നില്ലെങ്കിലും. ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ജഡികമായ ആഗ്രഹങ്ങളെ കൊല്ലും, ജഡത്തിൻ്റെ ഓവർ റൂളിങ്ങിനെ കൊല്ലും, സുപ്രിമസിയെ കൊല്ലും, സ്പിരിറ്റിൻ്റെ മേലുള്ള ഓവറായിട്ടുള്ള അതിൻ്റെ ഒരു ഭരണത്തെ കൊല്ലും. ഇതാണ് ഉപവാസത്തിലൂടെ സംഭവിക്കുന്നത്. ഇപ്പം 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന് കൊടുക്കുക, അത് നമ്മുടെ ഗ്രീഡ്, നമ്മുടെ ആർത്തി അല്ലെങ്കിൽ പണത്തിലുള്ള ഓവർ ഡിപ്പെൻഡൻസിനെ കട്ട് ചെയ്യും, ദൈവത്തിലേക്ക് നമ്മുടെ സോഴ്സാക്കി മാറ്റാൻ കഴിയും, ദൈവത്തിൻ്റെ സോഴ്സാക്കി മാറ്റും. 2, പ്രാർത്ഥിക്കുമ്പോൾ ഞാനെന്നുള്ള ഭാവം മാറുന്നു, ഞാൻ ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യാണ് കൂടുതലായി. ഹല്ലേലൂയ. 3, ഉപവസിക്കുമ്പോൾ ഞാൻ ദൈവത്തിന് എൻ്റെ ആത്മാവിന് എൻ്റെ ശരീരത്തെ റൂൾ ചെയ്യാൻ അവസരം കൊടുക്കുകയാണ്. പരിശുദ്ധാത്മാവ് എൻ്റെ ശരീരത്തെ ടേക്ക് ഓവർ ചെയ്യാൻ അനുവദിക്കുകയാണ്. ഇത് 3 ഇൻ്റർ കണക്റ്റഡാണ്. കംപ്ലീറ്റ്ലി പറഞ്ഞാൽ ഇത് 3 നമ്മെ ദൈവവുമായി കണക്ട് ചെയ്യുകയും ദൈവമായി കൂടുതലായി ഡിപ്പെൻഡ് ചെയ്യാൻ, ആശ്രയിക്കുവാനായി സഹായിക്കുകയും ചെയ്യും. ഇതാണ് ദൈവരാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട 3 കീകളായി, 3 മിസ്റ്ററീസ്, രഹസ്യങ്ങളായി യേശു തുടർമാനമായി മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്.